നമസ്കാരം സുഹൃത്തുക്കളെ. കാവ്യ നെഞ്ചേറ്റിയവർക്ക് ആഹ്ലാദമോ സന്തോഷമോ ആനന്ദമോ അതിൽ പരം നിർവൃതിയോ ഒക്കെ നൽകിയ ഒരു തീരുമാനമാണ് സർക്കാരിൽ നിന്ന് ഇന്ന് പുറത്തു വന്നത്. രാഷ്ട്രപതി നമ്മുടെ സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. സി സദാനന്ദൻ മാസ്റ്റർ എന്ന സ്വയം സേവകൻ കാവിക്കൊടിയുമായി ഉറച്ച കാൽവെപ്പുകളോടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നടന്നു കയറുന്നത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ സംഘപ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, ദേശീയതയെ നെഞ്ചേറ്റിയവർക്ക് കണ്ണ് നിറയുന്നത്, നെഞ്ച് നിറയുന്നത്, ഉള്ളു വിങ്ങുന്നത്? അതിന് കാരണം സദാനന്ദൻ മാസ്റ്റർ ഒരു പ്രതീകമാണ് എന്നുള്ളത് കൊണ്ടാണ്, അതിന് കിട്ടിയ അംഗീകാരമാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തായിരുന്നു ആ ത്യാഗം? കേരളത്തിലെ കണ്ണൂരിലെ സ്വയം സേവകർ അല്ലെങ്കിൽ ദേശീയതയെ നെഞ്ചേറ്റിയ ആ പ്രവർത്തകർ അന്ന് നൽകിയ ജീവത്യാഗം, അത് ഒരുപാട് ബലിദാനികളെ അന്ന് കണ്ണൂരിൽ സൃഷ്ടിച്ചു. അതിൽ ജയകൃഷ്ണൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. ജയകൃഷ്ണൻ മാസ്റ്ററുടെ ചോര തെറിച്ചു വീണ പിഞ്ചുകുട്ടികൾ പിന്നീട് അവർ എങ്ങനെ ജീവിച്ചു, എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് വരെ നാം കണ്ടതാണ്. അങ്ങനെ ഒരുപാട് ബലിദാനികളുടെ മണ്ണാണ് കണ്ണൂർ. ആ കണ്ണൂരിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സദാനന്ദൻ മാസ്റ്റർ. സദാനന്ദൻ മാസ്റ്റർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നടന്നു കയറുന്നത് പൊയ്ക്കാലുകളിലാണ്. ആരാണ് അദ്ദേഹത്തിന് ആ പൊയ്ക്കാലുകൾ സമ്മാനിച്ചതെന്ന് കേരളത്തിന് നന്നായി അറിയാം. കാരണം കേരളത്തിന് അറിയാം ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ മഴു ഇപ്പോഴും എവിടെയാണ് എന്നുള്ളത്, ആരുടെ കയ്യിലാണ് ആ ചോര പുരണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഈ സ്വയം സേവകർ, അന്നത്തെ ആ തലമുറയിലെ ആ സ്വയം സേവകരൊന്നും ഒരു അധികാരവും സ്വപ്നം കണ്ടിട്ടല്ല ഈ ആദർശത്തിലേക്ക് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് സദാനന്ദൻ മാസ്റ്റർക്ക് കിട്ടുന്ന ഈ അംഗീകാരം അങ്ങനെയുള്ള ആ പ്രവർത്തകർക്ക് കിട്ടുന്ന ആ ഒരു അംഗീകാരമാണ്, സമ്മാനമാണ്. അത് കേരളത്തിൻ്റെ ഈ സ്വയം സേവകർക്ക് കിട്ടുന്ന അംഗീകാരം കേരളത്തിലെ സംഘപ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഉള്ളു നിറയ്ക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ കാലത്ത് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ ആചാര്യന്മാരുടെ പാദപൂജ ചെയ്തതിനെ പറ്റിയാണ്. ആരാണ് ഈ പാദപൂജയെ വിവാദമാക്കുന്നത്? സദാനന്ദൻ മാസ്റ്റർ എന്ന അധ്യാപകന്റെ കാല് വെട്ടിയെടുത്തവരാണ് അതിനെ വിവാദമാക്കുന്നത്, അതിനെ അശ്ലീലമാക്കുന്നത്. അവർ ഈ കമ്മ്യൂണിസ്റ്റ് കാടത്തത്തിന്റെ ആ ഗ്രാമങ്ങളിലേക്ക് ദേശീയതയുടെ വെളിച്ചം കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു സദാനന്ദൻ മാസ്റ്ററെ പോലുള്ളവർ ചെയ്ത തെറ്റ്. അതിനെ അവർ ഭയപ്പെട്ടു. സോഷ്യലിസം, ജനാധിപത്യം, മാനവികത, മനുഷ്യത്വം എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്നവർ ആ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിലേക്ക് ദേശീയതയെന്നും ഭാരതീയതയെന്നും ഹൈന്ദവ സംസ്കാരമെന്നും പറഞ്ഞ് കടന്നു ചെന്നവനെ ഭയപ്പെട്ടു. അവർ ആദർശം കൊണ്ടല്ല, ആയുധം കൊണ്ട് നേരിട്ടു. അങ്ങനെയാണ് വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ടുള്ള ബലിദാനികളും സദാനന്ദൻ മാസ്റ്റർ പോലെ ജീവിക്കുന്ന രക്തസാക്ഷികളും ഒക്കെ ഉണ്ടായത്. ഇന്ന് പാദപൂജയെ എതിർക്കുന്നവർക്ക് നാളെ ഉണ്ടാവേണ്ടത് എന്താണ്? ഈ ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്ന് വിനയവും മര്യാദയും സംസ്കാരവും ഇല്ലാത്ത കുട്ടികളെ തെരുവിലിറക്കി ബസ്സിന് കല്ലെറിയിക്കാനും ഇന്ന് ആർഷോയും മറ്റ് അങ്ങനെയുള്ള പല സഖാവ് കുട്ടികളുണ്ടല്ലോ, കുട്ടി സഖാക്കന്മാരെ, അവർ ചെയ്യുന്ന ആ കോപ്രായങ്ങൾ മുഴുവനും ഇന്നലെ ഒരു ഫാദർ പറയുന്ന കേട്ടില്ലേ, ആൺ പെൺ വ്യത്യാസമില്ലാതെ SFIക്കാർ ചെയ്യുന്ന കോപ്രായമെന്ന്. ആ കോപ്രായങ്ങൾ ചെയ്യാൻ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നേ കുട്ടികളെ കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയാണ്. അല്ലാതെ വിദ്യാനികേതൻ ഇത് വർഷങ്ങളായി ചെയ്യുന്നു പാദപൂജ എന്നുള്ളത്. നമ്മുടെ ഗവർണർ വർഷങ്ങളായി ചെയ്യുന്നു ഈ ഭാരതാംബയ്ക്ക് പൂജ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് കുരുടന്മാർ ഇപ്പോൾ ഇത് വിവാദമാക്കുന്നത്? ഈ വീണമന്ത്രിയുടെ വീഴ്ചകൾ മറയ്ക്കാനാണ് കേരളമേ. മനസ്സിലാക്കൂ. ആരോഗ്യരംഗത്ത് ആടി ഉലയുന്ന കപ്പലിന് കപ്പിത്താനുമില്ല. ഇപ്പൊ കപ്പലിൽ മുഴുവനും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, എപ്പം മുങ്ങുന്ന അറിയില്ല. അങ്ങനെയുള്ള ആ വീണമന്ത്രിയുടെ വീഴ്ചകൾ മുഴുവനും മറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ SFI കുട്ടി സഖാക്കന്മാരെ റോട്ടിൽ ഇറക്കിയിരിക്കുകയാണ് ഈ ഇടതുപക്ഷ കുരുട്ടുബുദ്ധികൾ. അത് മനസ്സിലാക്കുക കേരളമേ. അതുപോലെ തന്നെ ഇതാ
സ്കൂൾ സമയമാറ്റവും മറ്റ് സൂംബ ഡാൻസും ഒക്കെ ആയിട്ട് സമസ്തയുടെ മുമ്പിൽ സമസ്താപരാധവും പറഞ്ഞ് കുത്തിമറയുകയാണ് മന്ത്രി ശിവൻകുട്ടി. മനസ്സിലാക്ക് കേരളത്തിലെ ഹിന്ദു ഹൈന്ദവ മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികളെ മാത്രമേ ഇവർക്ക് കിട്ടുകയുള്ളൂ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് പായസം മാന്തിക്കാൻ. മനസ്സിലാക്കണം. സംസ്കാരവും ആചാരവും മര്യാദകളും പഠിച്ച ഒരു തലമുറ ഉണ്ടായി വന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് അന്ധകാരത്തെ അവർ എതിർത്തിരിക്കും. ബുദ്ധിയുള്ളവൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റായി തീരുകയില്ലല്ലോ, സംസ്കാരമുള്ളവൻ കമ്മ്യൂണിസ്റ്റായി തീരുകയില്ലല്ലോ. ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് കച്ചവടം നടത്താൻ ഇത്തരത്തിലുള്ള അന്തം കമ്മി കുട്ടി സഖാക്കന്മാരുണ്ടാവണം. അതിന് ഇങ്ങനെ പാദപൂജ ചെയ്ത് മര്യാദയുള്ള വിവേകമുള്ള വിദ്യാസമ്പന്നരായ കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വിദേശത്ത് ഒക്കെ കണ്ടിട്ടില്ലേ, വിദേശത്ത് പോയ നമ്മുടെ കുട്ടികൾ പോലും അവിടെ നിന്ന് ആ ബിരുദം ഏറ്റുവാങ്ങിക്കുമ്പോൾ അവിടുത്തെ ചാൻസലറുടെയും മറ്റും കാല് തൊട്ട് വന്നിക്കുന്നത്. അങ്ങനെയുള്ള ഭാരത സംസ്കാരത്തെ ലോകം മുഴുവനും അംഗീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഇടതുപക്ഷം അശ്ലീലം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ 10-15 വയസ്സായ കുട്ടി പാദപൂജ ചെയ്യുമ്പോൾ അശ്ലീലമെന്ന് പറയുന്ന ഇവർ 1.5 മാസമുള്ള കുഞ്ഞിന് സുന്നത്ത് അത് നടക്കുന്ന സ്ഥലത്തേക്ക് ബാലാവകാശ കമ്മീഷനെ കൊണ്ടുവരാത്തത്? പാദപൂജ ചെയ്യുന്നത് ബാലാവകാശ കമ്മീഷനെ ഇറക്കി എതിർക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ സുന്നത്ത് അങ്ങനെ അല്ലാതായി തീരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ആരാണ്? വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളാണ്. നമ്മുടെ തലമുറകളെ, നമ്മളെ കുടുംബങ്ങളെ, നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. അത് ചിന്തിക്കാനുള്ള കഴിവ് ഇനിയും നമ്മുടെ തലച്ചോറ് പണയം വെച്ചിട്ടില്ലെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ആദർശത്തിന്റെ പേരിൽ മാത്രം അധികാര സ്വപ്നം കാണാതെ ആദർശത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു തലമുറയുണ്ടായിരുന്നു. അവർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന, അവർ പിടിവിടാതെ കാത്തുവെച്ച ഒരു സംസ്കാരമുണ്ട്. അതിനെ നശിപ്പിക്കാനാണ്, ആ സംസ്കാരത്തെ നശിപ്പിക്കാനാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അധികാരം കാണിച്ചുകൊണ്ട് കുട്ടികളിലെ സംസ്കാരവും മര്യാദയും വിനയവും ഇല്ലാതാക്കാൻ ബാലാവകാശ കമ്മീഷനെ ഇറക്കി കളിക്കുകയാണ് ഇടതുപക്ഷം. അങ്ങനെ നമ്മുടെ കുട്ടികളിലെ ആചാരങ്ങൾ ഇല്ലാതാക്കി മര്യാദയും സംസ്കാരവും വിനയവും ഇല്ലാതാക്കണം എന്നുള്ളത് മാതാപിതാക്കൾ തീരുമാനിക്കണം. ആലോചിക്കുക, വീണ്ടും വീണ്ടും ചിന്തിക്കുക. നമ്മുടെ തലമുറയെ അന്ധകാരത്തിലേക്ക് തള്ളിവിടണോ എന്നുള്ളത്. രാഷ്ട്രായ സ്വാഹ ഇദം നമമ. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, ഞങ്ങൾ ശരിയ ലോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾ ആന്റി സെക്യുലർ പാർട്ടിയാണ്, ഞങ്ങൾ ആന്റി ഡെമോക്രസി പാർട്ടിയാണ്. എന്നിട്ടാണ് കോൺഗ്രസ് ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്തിട്ട് ഇവരുടെ ഒപ്പം അലയൻസ് ചെയ്യുന്നത്. അതൊരു എറ്റത്താപ്പല്ലേ, അതൊരു ഹിപ്പോക്രസി അല്ലേ? പറയട്ടെ അവര് ഞങ്ങൾ ഹിപ്പോക്രസി പാർട്ടിയാണെന്ന്. ഞങ്ങൾ പറഞ്ഞെന്താണ്? ഇവര് രാഹുൽ ഗാന്ധി ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുക. സെക്യുലറിസം ആരാണ് വർഗീയവാദി പാർട്ടി? BJP ആണ് വർഗീയവാദി പാർട്ടി. ആരാണ് ഇവിടെ ആന്റി സെക്യുലർ വിശ്വസിക്കുന്ന പാർട്ടി? ജമാഅത്ത് ഇസ്ലാമി അല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുന്നു, ഒരു നമ്മൾ സെക്യുലറിസം വിശ്വസിക്കുന്ന അല്ല? ഇതാണ് ചോദിക്കേണ്ടത്. ഉമ്മൻചാണ്ടി എന്തിനാണ് 2018 പറഞ്ഞ് ഇതൊരു ഡേഞ്ചറസ് ഓർഗനൈസേഷൻ ആണെന്ന്? അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ വിദ്വാനല്ലേ? ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു ആന്റി സെക്യുലറും ആന്റി കോൺസ്റ്റിറ്റ്യൂഷനും ആന്റി ഡെമോക്രസി പാർട്ടിയാണ്. ഇതാണ് സത്യം.